CCTV വാർത്തയിലേക്ക് സ്വാഗതം. ഞായറാഴ്ച അർദ്ധരാത്രിയിലുണ്ടായ ശക്തമായ കാറ്റിലും മഴയിലും എരുമപ്പെട്ടി കാഞ്ഞിരക്കോട് തെങ്ങ് കടപുഴകി വീണ് വീട് തകർന്നു. വീട്ടിലുണ്ടായിരുന്നവർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. പഞ്ചായത്ത് അംഗം പരാത്തുകുളം കല്ലോർമഠത്തിൽ കെ സതീഷ് കുമാറിന്റെ വീടിന് മുകളിലേക്കാണ് തെങ്ങ് വീണത്. വീടിന്റെ പിറകുവശത്ത് നിന്നിരുന്ന വലിയ തെങ്ങ് ശക്തമായ കാറ്റിൽ കടപുഴകി വീടിന് മുകളിലേക്ക് പതിക്കുകയായിരുന്നു. അപകടത്തിൽ വീടിന്റെ പിൻവശത്തെ ഷീറ്റ് മേഞ്ഞ മേൽക്കൂര പൂർണ്ണമായും തകർന്നു. വീടിനകത്തുണ്ടായിരുന്ന വാഷിംഗ് മെഷീൻ ഉൾപ്പെടെയുള്ള വീട്ടുപകരണങ്ങളും നശിച്ചു. അപകട സമയത്ത് സതീഷ് കുമാറും ഭാര്യയും കുട്ടികളുമാണ് വീട്ടിലുണ്ടായിരുന്നത്. വലിയ ശബ്ദം കേട്ട് വീട്ടുകാർ പുറത്തേക്ക് ഇറങ്ങിയോടി. കാറ്റും മഴ ഉണ്ടായതിനെ തുടർന്നാണ് വീടിൻ്റെ ഇടതുവശത്തുള്ള തെങ്ങ് ബാക്ക് സൈഡിൽ പിൻവശത്തേക്ക് മറിഞ്ഞു വീണത്. മറിഞ്ഞു വീണെ തുടർന്ന് പിൻവശത്തെ വീടിൻ്റെ മൊത്തം ഭാഗങ്ങൾ ഡ്രസ് ചെയ്തതും എല്ലാം കൂടി മൊത്തം മറിഞ്ഞു വീടുണ്ടായിട്ടുള്ളത്. ഞാനും ഭാര്യയും കുട്ടികളാണ് വീട്ടിലുണ്ടായിരുന്നത്. ശബ്ദം കേട്ട് പുറത്തു വന്ന് നോക്കണ്ടായിരുന്നു. നോക്കിയപ്പോൾ വാഷിംഗ് മെഷീൻ അടക്കം കുറേ വീട്ടുപകരണങ്ങൾ നാശമായി പോയിട്ടുണ്ട്. വലിയ നാശനഷ്ടമാണ് ഉണ്ടായിട്ടുള്ളത്. ചങ്ങരംകുളം മൂക്കുതല ചേലക്കടവിൽ വിദ്യാർത്ഥി തോട്ടിൽ വീണ് മരിച്ചു. ചേലക്കടവ് സ്വദേശി പടിഞ്ഞാറ വളപ്പിൽ മുഹമ്മദിന്റെ മകൻ 14 വയസ്സുള്ള മുർഷിദാണ് മരിച്ചത്. കഴിഞ്ഞ ദിവസം വീടിനടുത്തുള്ള പാടത്ത് മീൻ പിടിക്കുന്നതിനായി വല സ്ഥാപിച്ചിരുന്നു. മീൻ കുടുങ്ങിയോ എന്ന് നോക്കാൻ വേണ്ടി തിങ്കളാഴ്ച പുലർച്ചെ എഴുന്നേറ്റ് പോയതായിരുന്നു മുർഷിദ്. ഏറെ നേരം കഴിഞ്ഞിട്ടും കാണാത്തതിനെ തുടർന്ന് നടത്തിയ തിരച്ചിലിലാണ് കുട്ടി വെള്ളത്തിൽ കിടക്കുന്നത് കണ്ടത്. നാട്ടുകാരും ബന്ധുക്കളും ചേർന്ന് ചങ്ങരംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ചങ്ങരംകുളം പോലീസ് തുടർ നടപടികൾ സ്വീകരിച്ചു. മൈമൂന മാതാവും മുനീർ മുഹസിൻ എന്നിവർ സഹോദരങ്ങളുമാണ്. മൂക്കുതല ഹയർ സെക്കൻഡറി സ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് മുർഷിദ്. കണ്ടാണശ്ശേരി ഗ്രാമീണ വായനശാല കലാസമിതിയുടെ നേതൃത്വത്തിൽ വായനശാല മുൻ പ്രസിഡന്റും കണ്ടാണശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമായിരുന്ന കെ കേശവേട്ടന്റെ 15ാമത് അനുസ്മരണ ദിനാചരണം നടത്തി. കേശവേട്ടൻ സ്മൃതി മണ്ഡപത്തിൽ നടന്ന അനുസ്മരണ ചടങ്ങ് മുൻ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പ്രൊഫസർ സി രവീന്ദ്രനാഥ് MLA ഉദ്ഘാടനം ചെയ്തു. വായനശാല പ്രസിഡന്റ് NK ബാലകൃഷ്ണൻ അധ്യക്ഷനായി. മുഖ്യാതിഥി കേരള കർഷക സംഘം ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം MN സത്യൻ, ഗ്രാമപഞ്ചായത്ത് മുൻ വൈസ് പ്രസിഡന്റ് വടക്കുംപാട്ട് നാരായണൻ നമ്പൂതിരി, CMP സംസ്ഥാന സെക്രട്ടറി PRN നമ്പീശൻ, CPM കണ്ടാണശ്ശേരി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി MV സന്തോഷ്, കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഷാജു തരകൻ, കുന്നംകുളം താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി വത്സൻ പാറന്നൂർ എന്നിവർ അനുസ്മരണ പ്രഭാഷണം നടത്തി. വായനശാല സെക്രട്ടറി VD ബിജു സ്വാഗതവും കലാസമിതി എക്സിക്യൂട്ടീവ് അംഗം KD സന്ദീപ് നന്ദിയും പറഞ്ഞു. അവശനിലയിൽ റോഡരികിൽ കിടക്കുകയായിരുന്ന തമിഴ്നാട് സ്വദേശിയെ പഞ്ചായത്ത് അംഗത്തിന്റെ ഇടപെടലിനെ തുടർന്ന് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. വടക്കേക്കാട് നായരങ്ങാടിയിൽ അവശനിലയിൽ കണ്ടെത്തിയ തമിഴ്നാട് സ്വദേശി ബാലകൃഷ്ണനെയാണ് തൃശൂർ മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചത്. 40 വർഷമായി നായരങ്ങാടിയിലും പരിസര പ്രദേശങ്ങളിലും കൂലിവേല ചെയ്തായിരുന്നു ബാലകൃഷ്ണൻ കഴിഞ്ഞിരുന്നത്. ഒരാഴ്ചയായി ജോലിക്കൊന്നും പോകാൻ കഴിയാത്ത അവസ്ഥയിലായിരുന്നു. പെട്ടെന്ന് ശരീരം തളർന്നു പോകുകയായിരുന്നു എന്ന് പറയുന്നു. ഇത് ആരുടെയും ശ്രദ്ധയിൽപ്പെട്ടിരുന്നില്ല. ഞായറാഴ്ചയാണ് മുഷിഞ്ഞ വേഷത്തിലും തീരെ അവശനുമായ നിലയിൽ നാട്ടുകാർ ഇയാളെ കാണുന്നത്. തുടർന്ന് 12ാം വാർഡ് മെമ്പർ KV റഷീദിനെ വിവരമറിയിക്കുകയായിരുന്നു. റഷീദിന്റെ നേതൃത്വത്തിൽ ഒരുമ ചാരിറ്റബിൾ സൊസൈറ്റി അംഗവും സാമൂഹിക പ്രവർത്തകനുമായ ഷക്കീർ അണ്ടിക്കോട്ടിൽ, ഷാനി മാരാത്ത്, സുധാകരൻ, അനി വയലത്തൂർ എന്നിവർ ചേർന്ന് കുളിപ്പിച്ച് പുതിയ വസ്ത്രം ധരിപ്പിച്ച ശേഷം ആംബുലൻസിൽ കുന്നംകുളം താലൂക്ക് ആശുപത്രിയിൽ എത്തിക്കുകയും ഇവിടെ നിന്ന് തുടർ ചികിത്സയ്ക്കായി തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയുമായിരുന്നു. ജന്മനായുള്ള കാഴ്ച പരിമിതി മറികടന്ന് ഉൾക്കാഴ്ചയുടെ കരുത്തിൽ ശരണ്യ +2 നേടിയത് മുഴുവൻ വിഷയങ്ങൾക്കും A+ ഗ്രേഡോടെ സ്വർണ്ണത്തിളക്കമാർന്ന വിജയം. കൊങ്ങണൂർ കല്ലമളപ്പിൽ മനോജിന്റെയും ഷാലിയുടെയും മകളായ ശരണ്യ സ്ക്രൈബിന്റെ സഹായത്തോടെ എഴുതി നേടിയത് 1200-ൽ 1186 മാർക്ക്. കുന്നംകുളം മോഡൽ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലെ +2 ഹ്യൂമാനിറ്റീസ് വിദ്യാർത്ഥിനിയാണ് ശരണ്യ. SSLCക്കും മുഴുവൻ വിഷയങ്ങളിലും A+ നേടി വിജയിച്ച ശരണ്യ ഇത്തവണ +2 ആകെയുള്ള 6 വിഷയങ്ങളിൽ ഇംഗ്ലീഷ് ഒഴികെ ബാക്കി 5 വിഷയങ്ങളിലും 200-ൽ 200 മാർക്കു നേടിയാണ് അഭിമാനകരമായ വിജയം നേടിയത്. ഇംഗ്ലീഷിൽ 14 മാർക്ക് കുറഞ്ഞതിന് ശരണ്യയ്ക്കിപ്പോൾ വിഷമം. അച്ഛൻ മനോജ് ചെന്നൈയിൽ ബിസിനസ് നോക്കുകയാണ്. കുന്നംകുളം ഗവൺമെന്റ് ആശുപത്രിയിലെ നഴ്സ് ഷാലിയാണ് അമ്മ. ചേച്ചി വിസ്മയ ബിരുദാനന്തര ബിരുദധാരിയാണ്. പോർക്കുളം സേവാഭാരതി മുൻ രക്ഷാധികാരിയും റിട്ടയർഡ് അധ്യാപകനുമായ അക്കിക്കവ് മത്രംകോട്ടെ അശോകൻ മാസ്റ്റർ ശരണ്യയെ സേവാഭാരതിയുടെ അനുമോദന ഫലകം നൽകി ആശീർവദിച്ചു. പോർക്കുളം സേവാഭാരതി പ്രസിഡന്റ് C മഹേഷ്, സെക്രട്ടറി മണിക്കുട്ടൻ, P ചന്ദ്രമോഹനൻ, MP മനോജ്, മനോജ് കുമാർ കരുമത്തിൽ തുടങ്ങിയവർ സന്നിഹിതരായി. കുന്നംകുളം നിയോജക മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥിയുടെ പരാജയം മുന്നണിക്ക് നേതൃത്വം നൽകുന്ന കോൺഗ്രസിന്റെ
ഘടകകക്ഷികളോടുള്ള സമീപനമാണെന്ന് കേരള കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി യോഗം കുറ്റപ്പെടുത്തി. ഇതിന് മാറ്റം വരുത്തുന്നതിന് UDF മണ്ഡലം കമ്മിറ്റി വിളിച്ചു ചേർക്കണമെന്നും യോഗം ആവശ്യപ്പെട്ടു. സംസ്ഥാന കമ്മിറ്റി അംഗം ജോർജ് കൊള്ളന്നൂർ യോഗം ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് വിൽസൺ ചെറുവത്തൂർ അധ്യക്ഷത വഹിച്ചു. നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി ബിജു പാപ്പച്ചൻ മുഖ്യപ്രഭാഷണം നടത്തി. നിയോജക മണ്ഡലം വൈസ് പ്രസിഡന്റ് ജസ്റ്റിൻ വേലൂർ, വനിതാ കോൺഗ്രസ് കൺവീനർ ലിഷ ബിജു, യൂത്ത് ഫ്രണ്ട് ഭാരവാഹി ബിജോയ് വണ്ടുമ്പാൽ, കുഞ്ഞൻ പെരുന്തുരുത്തി, KA രമേശ് എന്നിവർ പ്രസംഗിച്ചു. ജനിതക രോഗം ബാധിച്ച സഹോദരങ്ങളായ ആയുഷ്, അവനിക എന്നിവരിൽ ആയുഷിന്റെ മജ്ജമാറ്റിവെക്കൽ ശസ്ത്രക്രിയ വിജയകരമായി പൂർത്തിയായി. 1,20 ലക്ഷം രൂപയാണ് രണ്ടുപേരുടെയും ചികിത്സയ്ക്ക് വേണ്ടി കണക്കാക്കിയിരുന്നത്. അതിൽ 90 ലക്ഷം രൂപയോളം ആദ്യഘട്ടത്തിൽ ഫണ്ട് ശേഖരണത്തിൽ ലഭിച്ചിരുന്നു. 60 ലക്ഷം രൂപയോളം രണ്ടുപേരുടെയും ചികിത്സയ്ക്ക് വേണ്ടി ചെലവായി. 30 ലക്ഷം രൂപയാണ് മിച്ചമുള്ളത്. അവനികയ്ക്ക് വൃക്ക, കരൾ എന്നിവയ്ക്ക് ആരോഗ്യ പ്രശ്നമുള്ളതിനാൽ ആയുഷിന് ചെലവായതിനേക്കാൾ കൂടുതൽ തുക ചികിത്സയ്ക്ക് വേണ്ടിവരുമെന്നാണ് ഡോക്ടർമാർ പറഞ്ഞിരിക്കുന്നത്. 30 ലക്ഷം രൂപയോളം ഇനിയും കണ്ടെത്തേണ്ടതുണ്ട്. അവനികയുടെ മജ്ജമാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് വേണ്ടി സീനിയേഴ്സ് മേളം കുന്നംകുളം 1 ലക്ഷം രൂപ കൈമാറി. മറ്റം സ്പോർട്സ് അക്കാദമിയുടെ നേതൃത്വത്തിൽ നീന്തൽ പരിശീലനം പൂർത്തിയാക്കിയവർക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണവും ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു. അക്കാദമി ഹാളിൽ നടന്ന ചടങ്ങ് കണ്ടാണശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MP സജീബ് ഉദ്ഘാടനം ചെയ്തു. സ്പോർട്സ് അക്കാദമി പ്രസിഡന്റ് ജസ്റ്റിൻ കാക്കശ്ശേരി അധ്യക്ഷനായി. തൃശൂർ വനിതാ സെൽ ASI S ശ്രീപ്രിയ കൗമാരവും നിയമങ്ങളും എന്ന വിഷയത്തിൽ ബോധവൽക്കരണ ക്ലാസ് നയിച്ചു. മറ്റം സ്പോർട്സ് അക്കാദമി സെക്രട്ടറി ബിനു K എടക്കളത്തൂർ, ട്രഷറർ ഷെജോ വർഗീസ്, ജോയിന്റ് സെക്രട്ടറി PJ തോമസ്, എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം K രജീഷ് എന്നിവർ സംസാരിച്ചു. കഴിഞ്ഞ വേനലവധിക്ക് അക്കാദമിയിൽ സംഘടിപ്പിച്ച നീന്തൽ പരിശീലന ക്യാമ്പിൽ പഠനം പൂർത്തിയാക്കിയവർക്കുള്ള സർട്ടിഫിക്കറ്റുകൾ ചടങ്ങിൽ വിതരണം ചെയ്തു. വിവിധ പ്രായക്കാർക്കായി സംഘടിപ്പിച്ച സൗഹൃദ നീന്തൽ മത്സരത്തിൽ 1, 2 സ്ഥാനം നേടിയവർക്കുള്ള സമ്മാന വിതരണവും നടന്നു. 2026 ജൂലൈ 1 മുതൽ സ്പോർട്സ് അക്കാദമിയിൽ എല്ലാ പ്രായത്തിലുള്ള സ്ത്രീകൾക്കും കുട്ടികൾക്കും പുരുഷന്മാർക്കുമായി നടത്തുന്ന നീന്തൽ പരിശീലനത്തിലേക്കുള്ള രജിസ്ട്രേഷൻ ആരംഭിച്ചതായി ഭാരവാഹികൾ അറിയിച്ചു. വിശദ വിവരങ്ങൾക്ക് 96 45 40 10 00 എന്ന നമ്പറിൽ ഓഫീസുമായി ബന്ധപ്പെടേണ്ടതാണ്. ആറ്റുപുറം സെന്റ് ആന്റണീസ് പള്ളിയിൽ വിശുദ്ധ അന്തോണീസിന്റെ ഊട്ടുതിരുനാളിന് കൊടിയേറി. വികാരി ഫാദർ റിജോ വിധേയത്തിൽ കൊടിയേറ്റം നിർവഹിച്ചു. ഡീക്കൻ പ്രിൻസ് കിളിയമ്പ്രായിൽ, തിരുനാൾ കമ്മിറ്റി ജനറൽ കൺവീനർ CK അനൂപ്, പള്ളി ട്രസ്റ്റിമാരായ CV ജേക്കബ്, CA ബോസ്, MR ഷിജി, കേന്ദ്ര സമിതി കൺവീനർ PI ആൻഡോ, സെക്രട്ടറി KK ബെന്നി, ഇടവക യോഗം സെക്രട്ടറി KJ ജിജോ എന്നിവരും മറ്റ് കൺവീനർമാരും യൂണിറ്റ് പ്രസിഡന്റുമാരും നേതൃത്വം നൽകി. ജൂൺ 14-നാണ് തിരുനാൾ ആഘോഷിക്കുന്നത്. തിങ്കളാഴ്ച മുതൽ 13-ാം തീയതി വരെ എല്ലാ ദിവസവും രാവിലെ 6:30-ന് ലതീഞ്ഞ്, ദിവ്യബലി, നൊവേന എന്നിവയുണ്ടാകും. 14-ന് രാവിലെ 10 മണിക്ക് തിരുനാൾ കുർബാനയ്ക്ക് ഫാദർ സജിൻ തളിയൻ മുഖ്യ കാർമ്മികനാകും. ഫാദർ ജിബിൻ താഴേക്കാടൻ സന്ദേശം നൽകും. തുടർന്ന് കപ്പേളയിലേക്ക് പ്രദക്ഷിണവും ഭക്ഷണ വെഞ്ചരിപ്പിനു ശേഷം നേർച്ചയൂട്ടും നടത്തും. മേഖലയിൽ വിവിധ രാഷ്ട്രീയ പാർട്ടികൾ, പോഷക സംഘടനകൾ, ക്ലബ്ബുകൾ തുടങ്ങിയവയുടെ നേതൃത്വത്തിൽ SSLC +2 പരീക്ഷാ വിജയികളെയും വിവിധ മേഖലകളിൽ ഉന്നത വിജയം കൈവരിച്ചവരെയും അനുമോദിച്ചു. പഠനോപകരണ വിതരണം ഉൾപ്പെടെ അനുബന്ധ പരിപാടികളും നടന്നു. വിശദാംശങ്ങളിലേക്ക്. DYFI ആർത്താറ്റ് സൗത്ത് ആൻഡ് നോർത്ത് യൂണിറ്റുകളുടെ സംയുക്താഭിമുഖ്യത്തിൽ അനുമോദന ചടങ്ങും പുസ്തക വിതരണവും IMA ബ്ലഡ് ബാങ്കുമായി സഹകരിച്ച് നടത്തിയ രക്തദാന ക്യാമ്പ് നടത്തി. ചാട്ടുകുളം ഇട്ടിയച്ചൻ ഹാളിൽ നടന്ന പരിപാടിയിൽ രാവിലെ 9 മുതൽ ഉച്ചയ്ക്ക് വരെയായിരുന്നു രക്തദാന ക്യാമ്പ്. വൈകിട്ട് 3 മണിക്ക് നടന്ന സാംസ്കാരിക സമ്മേളനവും അനുമോദന ചടങ്ങും കുന്നംകുളം നഗരസഭ വൈസ് ചെയർമാൻ PG ജയപ്രകാശ് ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ വാർഡ് കൗൺസിലർ രജി സതീശൻ, CPIM ലോക്കൽ കമ്മിറ്റി അംഗം KB ഷിബു, കുന്നംകുളം സൗത്ത് ലോക്കൽ കമ്മിറ്റി CK ലിജീഷ്, മുൻ നഗരസഭാ കൗൺസിലർ പ്രിയ സജീഷ്, കുന്നംകുളം DYFI സൗത്ത് മേഖലാ സെക്രട്ടറി ഷൈജിത്ത്, പ്രസിഡന്റ് ശ്രീകുട്ടൻ എന്നിവർ പങ്കെടുത്തു. വിവിധ വിദ്യാലയങ്ങളിൽ നിന്നും SSLC +2 പരീക്ഷകളിൽ മികച്ച വിജയം കൈവരിച്ച വിദ്യാർത്ഥികളെ ചടങ്ങിൽ ആദരിച്ചു. കുനമുച്ചി ഗ്രാമീണ വായനശാലയുടെ നേതൃത്വത്തിൽ വായനശാല പരിസരത്ത് നടന്ന അനുമോദന സദസ്സും പുരസ്കാര വിതരണവും കണ്ടാണശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MP സജീബ് ഉദ്ഘാടനം ചെയ്തു. ഗ്രാമീണ വായനശാല പ്രസിഡന്റ് ജോമി ജോൺസൺ അധ്യക്ഷനായി. ഗ്രാമപഞ്ചായത്ത് അംഗവും വായനശാല എക്സിക്യൂട്ടീവ് അംഗവുമായ വിനു ജോൺസൺ, പഞ്ചായത്ത് അംഗം സാഫിറ അസീസ്, സിസിലി ടീച്ചർ, വായനശാല സെക്രട്ടറി റോഫി റാഫേൽ, വൈസ് പ്രസിഡന്റ് പ്രേമ ടീച്ചർ എന്നിവർ സംസാരിച്ചു. SSLC പരീക്ഷയിൽ മുഴുവൻ വിഷയങ്ങളിലും
A+ നേടിയ 9 വിദ്യാർത്ഥികൾക്കും +2 പരീക്ഷയിൽ മുഴുവൻ A+ ലഭിച്ച 4 വിദ്യാർത്ഥികൾക്കും CBSE വിഭാഗത്തിൽ SSLC പരീക്ഷയിൽ 90% മുകളിൽ മാർക്ക് നേടിയ 2 വിദ്യാർത്ഥികൾക്കും ഉൾപ്പെടെ 55 വിദ്യാർത്ഥികൾക്ക് അനുമോദന സദസ്സിൽ പുരസ്കാരങ്ങൾ നൽകി ആദരിച്ചു. കൂനമുച്ചി ഗ്രാമീണ വായനശാല പരിധിയിൽ വരുന്ന കണ്ടാണശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ 6, 7 വാർഡുകളിലെയും ചൂണ്ടൽ ഗ്രാമപഞ്ചായത്തിലെ 19, 20 വാർഡുകളിലെയും പ്രദേശവാസികളായ വിദ്യാർത്ഥികൾക്കാണ് പുരസ്കാരങ്ങൾ വിതരണം ചെയ്തത്. വായനശാല ഭരണസമിതി അംഗങ്ങളായ ഫാൻസി ടീച്ചർ, KL ലിസി, PG ബൈജു, അനൂപ് പനക്കൽ, വായനശാല ലൈബ്രറിയൻ മോളി ഇട്ടിയച്ചൻ എന്നിവർ നേതൃത്വം നൽകി. കേരള കർഷക സംഘം പുന്നയൂർ സൗത്ത് മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആദരം 2026 സംഘടിപ്പിച്ചു. പരിപാടിയിൽ SLC, +2 ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ, മികച്ച കർഷകർ, വിവിധ മേഖലയിൽ കഴിവ് തെളിയിച്ചവരെയും ആദരിച്ചു. കർഷക സംഘം ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം M. ബാലാജി ഉദ്ഘാടനം ചെയ്തു. ഏരിയ ജോയിന്റ് സെക്രട്ടറി KV അബ്ദുൽ കരീം അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കർഷക സംഘം ഏരിയ സെക്രട്ടറി മാലിക്കുളം അബ്ബാസ്, മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് TV സുരേന്ദ്രൻ, LC സെക്രട്ടറി ഫസലുദ്ദീൻ, അഡ്വക്കേറ്റ് അബ്ദുറഹ്മാൻ, KK അബ്ദുൾ മജീദ്, അഷ്റഫ് വാര്യങ്കാടൻ, 16-ാം വാർഡ് മെമ്പർ സൈമജ നസീർ, മുൻ പഞ്ചായത്ത് മെമ്പർ രജനി ടീച്ചർ തുടങ്ങിയവർ സംസാരിച്ചു. കർഷക സംഘത്തിന്റെ മേഖലാ സെക്രട്ടറി വിക്രമൻ സ്വാഗതവും മേഖലാ ട്രഷറർ അഷ്റഫ് വാര്യങ്ങാട് നന്ദിയും പറഞ്ഞു. പുന്നയൂർകുളം യുണൈറ്റഡ് റെസിഡൻസ് അസോസിയേഷന്റെ വാർഷിക യോഗവും ആദരച്ചടങ്ങും സംഘടിപ്പിച്ചു. അൻസാർ കോളേജിൽ നടത്തിയ വാർഷിക യോഗം പുന്നയൂർകുളം പഞ്ചായത്ത് പ്രസിഡന്റ് ഹസൻ തളികശ്ശേരി ഉദ്ഘാടനം ചെയ്തു. റെസിഡൻസ് ചെയർമാൻ മുഹമ്മദ് മൂത്തോടത്ത് അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ അബൂബക്കർ കുന്നംകട്ടയിൽ മുഖ്യാതിഥിയായി. 6-ാം വാർഡ് മെമ്പർ നദീറ ഷെരീഫ്, അൻസാർ കോളേജ് അഡ്മിനിസ്ട്രേറ്റർ ജലീൽ ചന്ദനത്ത്, മുസ്തഫ തുടങ്ങിയവർ സംസാരിച്ചു. VK കമറുദ്ദീൻ സ്വാഗതവും നൌഫൽ നന്ദിയും പറഞ്ഞു. ഓൾ കേരള ലൈസൻസ്ഡ് വയർമാൻ അസോസിയേഷൻ പുന്നയൂർകുളം ബ്രാഞ്ച് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രവർത്തകർ പരീക്ഷാ വിജയികളുടെ വീട്ടിലെത്തി മൊമന്റോ നൽകി. കമ്മിറ്റി ഭാരവാഹികളായ പ്രസിഡന്റ് ശിവദാസൻ പെരിയമ്പലം, സെക്രട്ടറി ശ്യാംപ്രസാദ് ആൽത്തറ, ട്രഷറർ നൌഷാദ് മന്നലാങ്കുന്ന്, വൈസ് പ്രസിഡന്റ് അനസ് പുന്നയൂർകുളം, രാജു പെരിയമ്പലം, മറ്റംഗങ്ങളായ ഗഫൂർ മന്നലംകുന്ന്, ഷജീർ ചെമ്മണ്ണൂർ, ബിജിമോൻ കടിക്കാട്, പ്രദീപ് കടിക്കാട് തുടങ്ങിയവരും പങ്കെടുത്തു. ആനക്കല്ല് ദേശം തിളക്കം പുരാഘോഷ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അനുമോദനവും പുസ്തക വിതരണവും നടത്തി. കടവല്ലൂർ ഗ്രാമപഞ്ചായത്ത് മെമ്പർ ദിനേശ് കരിപ്പാലി ഉദ്ഘാടനം ചെയ്തു. കമ്മിറ്റി സെക്രട്ടറി സന്തോഷ് അധ്യക്ഷനായ ചടങ്ങിൽ നൂറുദ്ദീൻ മാഷ് ആനക്കല്ല് കുട്ടികൾക്കുള്ള ബോധവൽക്കരണ ക്ലാസ് നടത്തി. കമ്മിറ്റി രക്ഷാധികാരികളായ ഉണ്ണികൃഷ്ണൻ കണ്ണേത്തിഞ്ഞാലിൽ, രാജൻ കണ്ണേത്തിഞ്ഞാലിൽ എന്നിവർ സംസാരിച്ചു. മധു ആനക്കല്ല് സ്വാഗതവും കമ്മിറ്റി പ്രസിഡന്റ് യൂസഫ് നന്ദിയും പറഞ്ഞു. ഡിവൈഎഫ്ഐ വെട്ടുകാട് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ SSLC, +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിച്ചു. ആദരണീയം 2026 എന്ന പേരിൽ വെട്ടുകാട് പാൽ സൊസൈറ്റി ഹാളിൽ സംഘടിപ്പിച്ച ചടങ്ങ് മുൻ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പ്രൊഫസർ C. രവീന്ദ്രനാഥ് ഉദ്ഘാടനം ചെയ്തു. ഡിവൈഎഫ്ഐ യൂണിറ്റ് പ്രസിഡന്റ് അനന്തു കൃഷ്ണൻ അധ്യക്ഷനായി. CPIM കുന്നംകുളം ഏരിയ കമ്മിറ്റി അംഗം MB പ്രവീൺ, ചൂണ്ടൽ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി M. പീതാംബരൻ, ചൂണ്ടൽ ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർപേഴ്സൺ സച്ചിൻ പ്രകാശ്, പഞ്ചായത്ത് അംഗം മിനി രാജേഷ്, ഡിവൈഎഫ്ഐ കുന്നംകുളം ഈസ്റ്റ് ബ്ലോക്ക് എക്സിക്യൂട്ടീവ് അംഗം NS ജിഷ്ണു, ചൂണ്ടൽ മേഖലാ സെക്രട്ടറി CS അഖിൽ, മേഖലാ പ്രസിഡന്റ് വില്യംസ്, സംഘാടക സമിതി ചെയർമാൻ CS രാജേഷ്, CPIM വെട്ടുകാട് ബ്രാഞ്ച് സെക്രട്ടറി PS രാജു, ഡിവൈഎഫ്ഐ വെട്ടുകാട് യൂണിറ്റ് സെക്രട്ടറി വൈഷ്ണവ് എന്നിവർ സംസാരിച്ചു. CPIM താമരപ്പള്ളി ബ്രാഞ്ചിന്റെ നേതൃത്വത്തിൽ പരീക്ഷാ വിജയികളായ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. എളവള്ളി ഗ്രാമപഞ്ചായത്തിലെ 17-ാം വാർഡിൽ ഉൾപ്പെടുന്ന SSLC, +2 പരീക്ഷകളിൽ വിജയിച്ച മുഴുവൻ വിദ്യാർത്ഥികളെയുമാണ് അനുമോദിച്ചത്. ആദരം 2026 എന്ന പേരിൽ സംഘടിപ്പിച്ച ചടങ്ങ് CPIM മണലൂർ ഏരിയ കമ്മിറ്റി അംഗം PG സുബിദാസ് ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്ഥിരം സമിതി ചെയർപേഴ്സൺ NB ജയ അധ്യക്ഷയായി. താമരപ്പള്ളി നോർത്ത് ബ്രാഞ്ച് സെക്രട്ടറി KV സുരേഷ്, ഡിവൈഎഫ്ഐ ബ്രഹ്മകുളം മേഖലാ പ്രസിഡന്റ് PK അഖിൽ എന്നിവർ സംസാരിച്ചു. കുറുമാൽ കിഡ്നി ഫെഡറേഷൻ ഗ്രീൻ പാർക്കിൽ നടന്ന കൂട്ട് അനുമോദന ചടങ്ങ് 2026 പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിക്കലും കൂട്ട് ഫുട്ബോൾ ക്യാമ്പിൽ പങ്കെടുത്ത കുട്ടികൾക്ക് സർട്ടിഫിക്കറ്റുകളും ജേഴ്സികളും വിതരണം ചെയ്തു. വേലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സ്വപ്ന രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ക്ലബ് സെക്രട്ടറി ജിസൺ തോമസ് സ്വാഗതം പറഞ്ഞു. പ്രസിഡന്റ് ജോബിൻ അധ്യക്ഷത വഹിച്ചു. കുറുമാൽ സെന്റ് ജോർജ് പള്ളി വികാരി ഫാദർ സേവിയർ ക്രിസ്റ്റി പള്ളിക്കുന്നത്ത്, വേലൂർ 15-ാം വാർഡ് മെമ്പർ കവിത ബൈബു, മുൻ യൂണിവേഴ്സിറ്റി പ്ലെയർ രഞ്ജിത്ത് AR എന്നിവർ ആശംസ അർപ്പിച്ച് സംസാരിച്ചു. ക്ലബ്ബ് വൈസ് പ്രസിഡന്റ് ജെറിൻ CJ നന്ദി പറഞ്ഞു. കൂട്ടുഭാരവാഹികൾ നേതൃത്വം നൽകി. ചരമം. നാഷണലിസ്റ്റ് കോൺഗ്രസ് പാർട്ടി S കുന്നംകുളം നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി ചൊവ്വന്നൂർ കുട്ടംകുളം റോഡിൽ
മണ്ടുമ്പാൽ വീട്ടിൽ സേവ്യർ നിര്യാതനായി. 62 വയസ്സായിരുന്നു. സംസ്കാരം തിങ്കളാഴ്ച ഉച്ചതിരിഞ്ഞ് 4 മണിക്ക് ചൊവ്വന്നൂർ സെന്റ് തോമസ് ദേവാലയ സെമിത്തേരിയിൽ നടത്തും. റാണി മാതാവും ലില്ലി ഭാര്യയുമാണ്. ലിൻസി, ലിൻസൺ എന്നിവർ മക്കളാണ്. പഴഞ്ഞി പഴുന്നാൻ വീട്ടിൽ പരേതനായ കുഞ്ഞപ്പന്റെ ഭാര്യ മാർത്ത നിര്യാതയായി. 83 വയസ്സായിരുന്നു. സംസ്കാരം ഇന്നുച്ചതിരിഞ്ഞ് 3 മണിക്ക് പഴഞ്ഞി സെന്റ് മേരീസ് ഓർത്തഡോക്സ് കത്തീഡ്രൽ സെമിത്തേരിയിൽ നടത്തും. റെജി, റീന, റീജ, റെജീന എന്നിവർ മക്കളാണ്. തയ്യൂർ പാടത്തു വീട്ടിൽ ഇട്ടൂപ്പ് ആൻഡു ഭാര്യ റിൻസി നിര്യാതയായി. 41 വയസ്സായിരുന്നു. മുണ്ടത്തിക്കോട് രാജഗിരി സ്കൂളിലെ അധ്യാപികയാണ്. സംസ്കാരം ചൊവ്വാഴ്ച വൈകിട്ട് 4:30 തയ്യൂർ നിത്യസഹായ മാതാ പള്ളിയിൽ നടത്തും. ആഷ്വിൻ, ആഗ്ന എന്നിവർ മക്കളാണ്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.